السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. സുജൂദ് സഹ്വ് കാരണത്താലുള്ള സുജൂദ്. സഹ്വ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്നാണ് അർത്ഥം. ഗഫ്ലത്ത്. അത് നിർബന്ധമാണ്. ഷാഫി മദ്ഹബിലല്ല, ഹനഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്, സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. ഒരുപാട് സുജൂദുണ്ടല്ലോ. നിസ്കാരത്തിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, അല്ലേ? അപ്പോൾ എപ്പോഴാണ് നിർബന്ധമാവുക? മത്താ യജിബു സുജൂദ് സഹ്? യജിബു സജിത്താനിബി തഷഹൂദിൻ ബ തസ്ലീമിൻ. ഒരു തഷഹൂദും വേണം, തസ്ലീമും വേണം. അങ്ങനെ രണ്ട് സുജൂദ് നിർബന്ധമാകും. ഈ തെർക്കി വാജിബിൻ, ഒരു വാജിബിൻ, നിസ്കാരത്തിലെ ഫർദല്ല, വാജിബ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ. എങ്ങനെ ഒഴിവാക്കി? സഹ്വൻ, മനഃപൂർവ്വമല്ല. ഷാഫി മദ്ഹബിൽ മനഃപൂർവ്വം ഒഴിവാക്കിയാലും സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. അശ്രദ്ധയോടുകൂടി, ശ്രദ്ധയില്ലാതെ വാജിബ് ഒഴിവാക്കിയതിന് രണ്ട് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. വൈൻ തകററ, എത്ര വട്ടം ആവർത്തിച്ചാലും രണ്ട് സുജൂദേ ഉള്ളൂ എന്നുള്ളതാണ്. വാജിബിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒന്ന് മുന്തിക്കുക പിന്തിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. സുന്നത്ത് ഒഴിവാക്കിയതിന് വേണ്ട. കാരണം ന്യൂനത പരിഹരിക്കാനാണ് സഹ്വിൻ്റെ സുജൂദ്. സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് ന്യൂനത ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സമയം എപ്പോഴാണെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് വാജിബിന് ഒഴിവാക്കിയതിന് വേണ്ടി, മനഃപൂർവ്വം വാജിബിന് ഒഴിവാക്കിയതിന് വേണ്ടി. വൈകാന തുറക്കുഹു അംദൻ നസിമ, മനഃപൂർവ്വമാണ് ഒഴിവാക്കിയതെങ്കിൽ കുറ്റം കിട്ടും, നിസ്കാരം തന്നെ മടക്കേണ്ടി വരും. വജബ യാദത്തു സ്വലാത്തി, നിസ്കാരം തന്നെ മടക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഒക്കെ വാജിബാണല്ലോ. അപ്പോൾ വാജിബായ ഫാത്തിഹ ഒഴിവാക്കിയാലൊക്കെ സഹ്വിൻ്റെ സുജൂദാണ് വേണ്ടത്. മനഃപൂർവ്വമല്ല, മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ. ഷാഫി മദ്ഹബിൽ സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹ്വിൻ്റെ സുജൂദ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ സമയം പറയുമ്പോൾ പറയാം. നിസ്കാരത്തിൻ്റെ വാജിബായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളുടെ പാടെടുത്ത് നോക്കിയാൽ വാജിബുകൾ ഏതൊക്കെയാണെന്ന് കിട്ടും. ഒരുപാടുണ്ട്. ജബിലി നഖ്സിഹ, പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ആ നിസ്കാരം തന്നെ മടക്കേണ്ടി വരും. മനഃപൂർവ്വം ഒഴിവാക്കിയാൽ കുറ്റവും കിട്ടും, ഹറാമാണ്. വലായസ്സുദ് ഫിൽ അംദി ലിസ്സഹ്വി, അംദ് മനഃപൂർവ്വം ഒഴിവാക്കിയത് അടുത്ത സഹ്വിന് വേണ്ടിയുള്ള സുജൂദില്ല. തീര പറയപ്പെട്ടു ഇല്ലാ ഫി സലാസ്, 3 മസ്അലകളിൽ ഒഴികെ. അവിടെ മനഃപൂർവ്വം ഒഴിവാക്കിയാലും വേണമെന്നൊരു അഭിപ്രായമുണ്ട്. ഒന്നേതാ? തെർക്കുൽ ഖുഊദിൽ അവലി, ഒന്നാമത്തെ ഇരുത്തം ഒഴിവാക്കുക. ഔ തഖീറുഹു സജ്ദത മിന റകഅത്തിൽ ഊല ഇല ആഖിരി സ്വലാത്ത്, ഒന്നാം റകഅത്തിലെ ഒരു സുജൂദിനെ നിസ്കാരത്തിൻ്റെ അവസാനത്തേക്ക് ബന്ധിക്കുക. ഇതൊക്കെ വാജിബാണല്ലോ, അല്ലേ? ഒന്നാം റകഅത്തിലെ സുജൂദ് അവിടെ തന്നെ നിർവഹിക്കൽ വാജിബാണല്ലോ. അതിന് നിസ്കാരം ഈ ഒരു റകഅത്തിൻ്റെ 2 സുജൂദിൽ നിന്ന് ഒരു സുജൂദ് വാജിബല്ലേ? അതെന്ത് ചെയ്യുക? ലാസ്റ്റിക്ക് പിന്തിക്കുക, സ്ഥാനം മാറ്റി. അപ്പം എന്ത് ചെയ്യും? സ്ഥാനം മാറ്റുക എന്നുള്ളത് വാജിബിന് ഒഴിവാക്കലല്ലേ? അപ്പം അതിനു വേണ്ടി മനഃപൂർവ്വമാണെങ്കിലും സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. അല്ല, അതല്ല ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞല്ലോ. അതിന് ആദ്യത്തെ ഇരുത്തം ഒഴിവാക്കിയാൽ സുജൂദ് ചെയ്യണ്ടേ? ആ മനഃപൂർവ്വമാണെങ്കിൽ സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യണ്ട, പൊതുവേ നമ്മൾ പറഞ്ഞത് മനഃപൂർവ്വമാണെങ്കിൽ സുജൂദ് ഇല്ല, മടക്കുകയാണ് വേണ്ടത് നമസ്കാരം. ഒരഭിപ്രായം പറയുകയാണ് തീര. 3
വിഷയങ്ങളിൽ ഒഴികെ, അത് മനഃപൂർവ്വം ഒഴിവാക്കിയാലും സഹവിൻ്റെ സുജൂദ് ചെയ്യാം എന്നൊരു അഭിപ്രായമുണ്ട്. ആ സ്ഥലമാണ് ഒന്നാമത്തെ ഇരുത്തം ഒഴിവാക്കുക എന്നത്. രണ്ടാമത്തത്, ഒന്നാം റക്അത്തിൽ നിന്നുള്ള ഒരു സുജൂദ് വാജിബാണല്ലോ, അത് നിസ്കാരത്തിൻ്റെ അവസാനത്തേക്ക് പിന്തിക്കുക. 3 തഫക്കുറുഹു അംദൻ. നമ്മൾ പറഞ്ഞു പൂർവ്വം വേറെ എന്തെങ്കിലും ചിന്ത നിസ്കാരം ബാത്തിലാവെന്ന് പറയാറുണ്ടല്ലോ. മനഃപൂർവ്വം ചിന്തിക്കുക. ഹത്താ ശഗലഹു അൻ റുക്നിൻ, ഒരു റുക്കിന് പോലും ശ്രദ്ധ വിടുന്ന അവസ്ഥ വരെ അവൻ മനഃപൂർവ്വം നിസ്കാരത്തിൽ ചിന്തിക്കുക. ഒരു റുക്കിനിൻ്റെ ഹത്താ ശഗലഹു അൻ റുക്കിനിൻ, ഒരു റുക്കിന് പോലും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ അവൻ മനഃപൂർവ്വം എന്ത് ചെയ്യുക, നിസ്കാരത്തിന് അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുക. അവിടെയും അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഹറാമുകളുടെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണല്ലോ, പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ചിന്തിക്കാതിരിക്കുക എന്നുള്ള വാജിബാണല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ചാലും എന്ത് ചെയ്യണം, മനഃപൂർവ്വമാണെങ്കിലും അവിടെ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം എന്നൊരഭിപ്രായം ഉണ്ട്. പ്രബലമായ അഭിപ്രായത്തിന് മടക്കി നിസ്കരിക്കലാണ് വേണ്ടത്. അതെ, വാജിബാത്തിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ റക്അത്തിലും രണ്ടാം സുജൂദ് അവിടെ തന്നെ നിർവഹിക്കുക, മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കുക എന്നുള്ള വാജിബാണ്. രണ്ടാമത്തെ സുജൂദായി പറയുന്നത് അത് വാജിബ് പെട്ടതാണ്. ഒരു സുജൂദ് ഫർളാണ്, മറ്റേ സുജൂദ് വാജിബാണ്. ഒന്നാം റക്അത്ത് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുമ്പം ഒരു വാജിബ് ഒഴിവാക്കലാണല്ലോ. അത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നിസ്കാരം അടക്കണം എന്നാണ് നിയമം. ഒരഭിപ്രായമുണ്ട്, സഹവിൻ്റെ സുജൂദ് ചെയ്താൽ മതി. ഒന്നാമത്തെ ഇരുത്തും അങ്ങനെ തന്നെയാണ്, വാജിബിൽ പെട്ടതാണ്. അതിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ ഓതൽ വാജിബാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹ നിർബന്ധമാണെന്നാണ് പറഞ്ഞിരിക്കണല്ലോ. ഫാത്തിഹ ഓതൽ നിർബന്ധം എന്നുള്ളൊരു വാജിബും ആദ്യത്തെ 2 റക്അത്തിൽ തന്നെ എന്നുള്ള വാജിബും, പിന്നെ ആ ഫാത്തിഹ ഓതുമ്പോൾ അതിലേക്കൊരു സൂറത്ത് കൂട്ടിച്ചേർക്കണം എന്നുള്ള വാജിബും. ആ സൂറത്ത് എന്താവണമെന്നില്ല, ആദ്യത്തെ 2 റക്അത്തിൽ ആവണമെന്നില്ല എന്നല്ലേ പറഞ്ഞ നമ്മൾ. ആ ഫാത്തിഹ ഓതണം ആദ്യത്തെ 2 റക്അത്ത് ഖിറാഅത്ത് വേണം. ആദ്യത്തെ 2 റക്അത്തിൽ തന്നെ ഖിറാഅത്ത് ഉണ്ടായിരിക്കണം. അതേപോലെ എന്ത് ചെയ്യണം, സൂറത്ത് ഓതിരിക്കണം. ആദ്യത്തെ 2 റക്അത്തിൽ തന്നെ ബന്ധമൊന്നുമില്ല. സൂറത്തിൻ്റെ മുമ്പ് ഫാത്തിഹ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഇവിടെ വാജിബാത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ചെയ്യൽ ആദ്യത്തെ 2 റക്അത്ത് ഫാത്തിഹ ഓതും, സൂറത്ത് ഓതും. ഇനി സൂറത്ത് ആദ്യത്തെ 2 റക്അത്തിൽ ഓതിയിട്ടില്ലെങ്കിൽ അവസാനത്തെ 2 റക്അത്തിൽ ഓതിയാൽ മതി. ഫാത്തിഹൻ്റെ കൂടെ ഫാത്തിഹ ഓതിയിട്ട് സൂറത്തിൻ്റെ കൂടെ ഓതുക. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും സൂറത്ത് ഓതുക. ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ സൂറത്ത് ഓതുക. അതെ. യെസ്. എപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ചോദ്യം. വൈസന്നു നിത്യാനബി സുജൂദ് സഹവി ബാദ സലാമി, സലാം വീട്ടിന് ശേഷം. അത് വ്യക്തഫി ബി തസ്ലീമത്തി വാഹിദത്തി യമീനിയോ, ഒറ്റ വട്ടം വലത്തോട്ട് സലാം വീട്ടിയാൽ മതിയാകും. അപ്പം ഇനി സലാം വീട്ടുന്നതിന് മുമ്പ് സുജൂദ് ചെയ്താലോ, കുരിഹ തൻസീഹിൻ്റെ കറാഹത്താണ്. മടക്കൊന്നും വേണ്ട. വലത്തെ ഭാഗത്തേക്ക് ഒരു സലാം വീട്ടുക. യസ്ഖുദു സുജൂദ് സഹ്വി, ഈ സഹ്വിൻ്റെ സുജൂദ് എപ്പോഴൊക്കെയാണ് ഒഴിവായി പോകുന്നത്? അപ്പോൾ സുബഹി നിസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം എന്തായി, സൂര്യ ഉദിച്ചു. യസ്ഖുദു സുജൂദ് സഹ്വി തുലൂഇ ശംസി ബഅദ സലാമി ഫിൽ ഫജ്രി, സുബഹി നിസ്കാരത്തിൽ ഒന്നാം സലാം വീട്ടിയിട്ടാണല്ലോ സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ സൂര്യ ഉദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേണ്ട. വഹിമറാരിഹ ഫിൽ അസ്രി, അസറിൽ സൂര്യൻ ചുവപ്പ് കളറാവുക.
കുറച്ചാൾ കഴിഞ്ഞിട്ട് വബി വുജൂദിമ്മാ യംനഉൽ ബിനാ അബാദ സലാമി, സലാം വീട്ടിയതിന് ശേഷം നിസ്കാരം തുടരുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക. ഇതാണ് കാരണങ്ങൾ. സൂര്യൻ ചുവപ്പാകുക എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ കളറ് മാറുക എന്നർത്ഥം. സൂര്യൻ ഇങ്ങനെ വെട്ടി തിളങ്ങി നിൽക്കുകയല്ലേ, അതിങ്ങനെ മങ്ങി വരുമ്പോൾ ചുവപ്പ് കളറാവും. കാരണം ആ സമയത്ത് നിസ്കാരങ്ങളൊന്നും പാടില്ല. അതേമാതിരി സലാം വീട്ടിന് ശേഷം നിസ്കാരം തുടരുന്നതിന് തടസ്സമാകുന്ന എന്തെങ്കിലും ഉണ്ടാകാൻ അശുദ്ധി ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷർത്ത് നഷ്ടപ്പെടുക എന്നർത്ഥം. ഇനി മഅ്മൂമിൻ്റെ സുജൂദ്, മത്താ യൽസമുഹു സഹ്വ്, മഅ്മൂമിന് എപ്പോഴാണ് സുജൂദിൻ്റെ സഹ്വ് നിർബന്ധമാവുക? അതാണ് പറയുന്നത്. ഇമാമിൻ്റെ സഹ്വ് കാരണം, ലാബി സഹ്വിഹി, മഅ്മൂമിൻ്റെ സഹ്വ് കാരണം സുജൂദില്ല, ഇമാമിൻ്റെ സഹ്വിൻ്റെ പേരിൽ മാത്രം. അത് ശാഫിഈ മദ്ഹബ് അങ്ങനെ തന്നെയാണ്. മസ്ബൂക്ക് സുജൂദ് ചെയ്യണോ? അതെ, യസ്ജുദുൽ മസ്ബൂഖുമായ ഇമാമി, മസ്ബൂഖ് ഇമാമിൻ്റെ കൂടെ സുജൂദ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? സുമ്മ യഖൂമു ലി ഖളാഇ മാ സുബിഖ ബിഹി, അവൻ എത്രയാണോ പിന്തിയിട്ടുള്ളത് ആ പിന്തിയ കാര്യം ഖളാ വീട്ടാൻ വേണ്ടി അവൻ എണീറ്റ് നിൽക്കണം. സുബിഖ ബിഹി എന്ന് പറഞ്ഞാൽ അവൻ പിന്നിലായത് എന്നർത്ഥം. സബക്ക എന്ന് പറഞ്ഞാൽ മുന്നിലായി, സുബിഖ എന്ന് പറഞ്ഞാൽ പിന്നിലായി, മജ്ഹൂലാണ്. മുൻകടക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ പിന്നിലായി എന്നാണല്ലോ. അവൻ ഓക്കെ. വലു സഹൽ മസ്ബൂഖ് ഫീമാ യഖ്ദീഹി സജദ ലഹു ഐദൻ, ഇനി മസ്ബൂഖ് അവൻ വീണ്ടെടുക്കുന്ന നിസ്കാരത്തിൽ സഹ്വ് സംഭവിച്ചാൽ അവൻ എന്താക്കുന്നുണ്ട്? ഇനി പരിഹരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നുണ്ടല്ലോ, ഫീമാ യഖ്ദീഹി, ഇമാം സലാം വീട്ടിയതിന് ശേഷം അവിടെ സഹ്വ് സംഭവിച്ചാൽ സുജൂദ് ചെയ്യണം. ലാഹിഖു, ഇമാമിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ഉള്ള സഹ്വിന് സുജൂദ് ചെയ്യേണ്ടതില്ല. ഇനി സഹ്വിൻ്റെ സുജൂദിന് പാടില്ലാത്തൊരു സമയമുണ്ട്. അതേതാ? ജുമാ നിസ്കാരത്തിലും 2 പെരുന്നാൾ നിസ്കാരത്തിലും ഇമാമു സഹ്വിന് ചെയ്യാൻ പാടില്ല. നമ്മളെ മദ്ഹബിൽ അതും പറ്റുമെന്ന് തന്നെയാണ്. നമ്മുടെ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് കേട്ടോ. ഹനഫി മദ്ഹബ് അറിയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. പിന്നെ ആളുകൾക്ക് ആകെ ഫിത്തനയും ഫസാദ് കേൾക്കാരോ, ഏതാ നിസ്കാരം എന്താ സുജൂദ് എന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒഴിവാക്കിയതാണ് പെരുന്നാളും. ഇനി ഒന്നാം സുജൂദ് വിട്ടുപോയാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ, മാമൂൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒമൻ സഹാനിൻ ഖുഊദുൽ അവ്വൽ മിനൽ ഫർദി, ഫർദാട്ടോ. അതിന് വിത്രായാലും വിത്രസ്കാരം അങ്ങനെ തന്നെയാണ്. ഒന്നാം ഇരുത്തം ഒരാൾ മറന്നു എണീറ്റ് നിന്നാൽ ആദ ഇലൈഹി, മടങ്ങണം. എപ്പോഴാണ് മടങ്ങുക? മാലം യസ്തവി ഖായിദൻ, നേരെ നിന്നിട്ടില്ലെങ്കിൽ, അവൻ നേരെ നിന്നിട്ടില്ലെങ്കിൽ. അങ്ങനെയാണ് ലാഹിറു റിവായത്ത്, വഹുവൽ അസഹു. ഇനി വൽ മുഖ്തദി, ഇനി മുഖ്തദി മറന്നായിട്ട് എണീറ്റാലോ? ഇമാമിനോട് കൂടെ തുടർന്ന് നിസ്കരിക്കുന്ന ഒരാൾ, അവൻ മുത്തനഫിലി, അവൻ സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ മാതിരിയാണ്. അതായത് എന്താ സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ വിഷയം? യഊദു വല വിസ്തതമ്മ ഖായിമൻ, അവൻ സമ്പൂർണ്ണമായിട്ട് നിന്നാലും മടങ്ങണം എന്നാണല്ലോ. സുന്നത്ത് നിസ്കരിക്കുന്ന ആളിപ്പോൾ അത്തഹിയ്യാത്ത് 2 റക്അത്തിൽ ഇരിക്കണം എന്നാണല്ലോ നിയമം. അയാൾ മറന്നാൽ ഇപ്പം എന്താ പരിപാടി? അയാൾ നേരെ എണീറ്റ് നിന്നാലും ഇസ്തതമ്മ ഖായിമൻ, അയാൾ സമ്പൂർണ്ണമായിട്ട് നിന്നാൽ പോലും, തമ്മ പൂർണ്ണമാക്കി നിന്നാൽ പോലും അയാൾ മടങ്ങണം. അതുപോലെയാണ് മഅ്മൂമിൻ്റെ കാര്യം, മുഖ്തദിൻ്റെ കാര്യം. കാരണം മുതാബഅത്ത് വേണ്ടേ, ഇമാമിനോട് തുടരണ്ടേ. അപ്പോൾ ഇമാമിലേക്ക് മടങ്ങിപ്പോരണം എന്നർത്ഥം. ഇനി ഈ രണ്ടാമത്തെ ആദ്യത്തെ ഇരുത്തം മറന്നുപോയി, അയാളൊന്ന് എഴുന്നേറ്റിട്ട് അപ്പൊ അയാൾക്ക് ഓർമ്മ വന്നാൽ ഇരിക്കണമെന്നാണോ ഇരിക്കണം? കാരണം അത്തഹിയ്യാത്ത് ഓതണ്ടേ, അത്തഹിയ്യാത്ത് ഓതാതെ തുടർച്ചയായിട്ട് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. വാജിബായിക്കോട്ടെ. അവസാനം സുജൂദ് ചെയ്യുന്ന കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഫൈൻ ആദ വഹുവ ഇലൽ ഖിയാമി അഖ്റബ്, നൃത്തത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അയാൾ മടങ്ങുന്നത് എങ്കിൽ, അതായത് കുനിച്ചിലിൻ്റെ പകുതി ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സജദലി സഹ്വി, സഹ്വിന് വേണ്ടി സുജൂദ് ചെയ്യണം. വൈൻകാന ഇലൽ ഖുഊദി അഖ്റബ, ഇരുത്തത്തിലേക്ക് അടുത്ത് ഇരിക്കുകയാണ്, നേരെ പകുതിക്ക് എത്തിയിട്ടില്ല, ആ നിലക്കാണ് മടങ്ങുന്നതെങ്കിൽ ലാ സുജൂദ അലൈഹി, അവൻ്റെ മേലെന്തില്ല? സുജൂദ് ഇല്ല. ഇൻ ആദ ബാദമസ്തതമ്മ ഖായിമൻ, സമ്പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മടങ്ങിയാൽ ഇഖ്തിലിഫ തസ്ഹീഹു ഫി ഫസാദ്,
തസ്ഹീഹ് അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. അയാൾ നിസ്കാരം ഫാസിദാണോ അല്ലേ എന്നുള്ളിടത്ത്. സമ്പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മടങ്ങിയാൽ അയാൾ മടങ്ങണോ വേണ്ടേ എന്നുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രബലമായ അഭിപ്രായം നിസ്കാരം ഫാസിദാകൂല എന്നാണ്. വഇൻ സഹാനിൽ ഖുഊദിൽ അഖീരി, അവസാനത്തെ ഇരുത്തം ഒരാൾ മറന്നാൽ ആദ, ഒന്നാം സ്ഥാനത്ത് ഇരിക്കാതെ എന്തായി സലാം വീട്ടിന്നില്ലേ, നേരെ ആദ മാലം യസ്ജുദ്, സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അവസാനത്തെ ഇരുത്തത്തേക്ക് എന്ത് ചെയ്യണം, മടങ്ങണം. അവസാനത്തെ ഇരിക്കാതെ എണീറ്റുന്നു അല്ലേ. എന്നാൽ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ മടങ്ങേണ്ടതാണ്. നിസ്കാരം ശരിയാവണ്ടേ. വസജദലി തഖീരിഹി ഫർദൽ ഖുഊദി, അവൻ സേവിൻ്റെ സുജൂദ് ഒഴിവാക്കും, സുജൂദ് ചെയ്യണം പിന്തിച്ചതിന് വേണ്ടി. ഇരുത്തം എന്ന ഫർദിനെ പിന്തിച്ചതിന് വേണ്ടി അയാൾ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. അവന് മടങ്ങിയില്ലെങ്കിലോ ഫഇൻ സജദ, മടങ്ങിയില്ല, അങ്ങനെ എന്ത് ചെയ്തു, സുജൂദ് ചെയ്താൽ സ്വാറ ഫർദുഹു നഫ്ലൻ, സുജൂദിൽ നിന്ന് ഉയരോടുകൂടി അവൻ്റെ ഫർദ് എന്തായി, സുന്നത്തായിട്ട് മാറുന്നതാണ്. വലമ്മ സാദിസതൻ ഇൻഷാ, അങ്ങനെ ഒരു ആറാമത്തെ സുജൂദിനെ കൂട്ടണം ഇൻഷാ വേണമെങ്കിൽ, അസ്ർ നിസ്കാരത്തിലാണെങ്കിൽ പോലും. അല്ലെങ്കിൽ വറാബിയത്തൻ, നാലാമത്തതിനെ കൂട്ടണം ഫിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിൽ. വലാ കറാഹത്ത ഫിൽ ലമ്മി ഫീഹിമ, അത് രണ്ടിലും ലമ്മ് ചെയ്യുന്നതുകൊണ്ട് കറാഹത്തൊന്നുമില്ല. സുബഹിൻ്റെ ശേഷമാണോ അസറിൻ്റെ ശേഷമാണോ ആയി എന്നതുകൊണ്ടൊന്നുമില്ല, പ്രശ്നമൊന്നും ഇല്ല. ഏതായാലും നമ്മൾ അർത്ഥം വെച്ച് നോക്കുക. വൈൻ സഹാനിസ് ഖുഊദിൽ അവ്വലി, ഒന്നാം ഇരുത്തം മറന്നിട്ട് നൃത്തത്തിലേക്ക് പോയാൽ അതായത് അവൻ നൃത്തത്തിലേക്ക് മടങ്ങി വരണം സുജൂദ് ചെയ്യാത്ത കാലത്തോളം. സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വസജദലി സഹ്വി, സഹുവിൻ്റെ സുജൂദും ചെയ്യണം. കാരണം ഇങ്ങോട്ട് എന്ത് ചെയ്യണം, സുജൂദ് ചെയ്തിട്ട് പിന്നെ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം അല്ലേ. സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇരുത്തത്തിലേക്ക് മടങ്ങി വരിക, എന്നിട്ട് ഫർളായ സുജൂദ് ചെയ്യുക, എന്നിട്ട് സഹുവിൻ്റെ സുജൂദ് ചെയ്യുക. അപ്പോൾ അഞ്ചാമത്തെ ആയില്ലേ ഫഇൻ സജദ, അങ്ങനെ സുജൂദ് ചെയ്താൽ അപ്പോൾ എന്തായി, ഫർദിനേക്കാൾ അധികമായ ഒരു സുജൂദ് അവിടെ വന്നല്ലോ. അപ്പോൾ സ്വാറ ഫർദുഹു നഫ്ലൻ, അവന് ഫർദ് സുന്നത്തായി. ഇപ്പം സുജൂദ് ചെയ്യാതെ സുജൂദ് ഇരുത്തവും ഇല്ലാതെ ഒരാൾ എണീറ്റുന്നതായിരുന്നു. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഇരുത്തത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് ഫർദായ സുജൂദിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് ഇരിക്കണം, ഇരുന്നിട്ട് വീണ്ടും ഒരു അഞ്ചാമതൊരു സുജൂദ് ചെയ്യണം. അങ്ങനല്ലേ പറഞ്ഞേ. അങ്ങനെ സുജൂദ് ചെയ്താൽ അവൻ്റെ ഫർദ് എന്ത് ചെയ്യും, സുന്നത്തായിട്ട് മാറും. ഇത് ചെയ്യണം ഉദ്ദേശിക്കുകയാണെങ്കിൽ, അസ്ർ നിസ്കാരത്തിലാണെങ്കിലും. അപ്പോൾ റാബിയത്തെ 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ ആറാമത്തെ ഒന്ന് കൂട്ടണം. ഫജ്ർ നിസ്കാരത്തിലാണെങ്കിൽ ഇപ്പോൾ 4-ാമത്തെ ഒന്ന് കൂട്ടണം. വലാ കറാഹത്ത് ഫിൽ ലമ്മി ഫീഹിമ, അവിടെ അപ്പോൾ ആ സുജൂദ് കൂട്ടിയോണ്ട് കറാഹത്തൊന്നും വരാനില്ല അല സ്വഹീഹി, പ്രബലമായ അഭിപ്രായത്തിൽ. വലാ യസ്തുദുരി സഹ്വി ഈ തെർക്കിൽ ഖൂദി, ഇവിടെ ഇരുത്തം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു സുജൂദ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതിനു വേണ്ടി എന്താണ്ട് വേറെ സുജൂദ് ചെയ്യണ്ട ഫില്ല സഹി. മറ്റൊരു റക്അത്ത് നിസ്കരിക്കുക എന്നാണ് അർത്ഥം. മുഖ്തസറുൽ ഖുദൂരിയുള്ള പ്രകാരം നമ്മളിങ്ങനെ പറയുകയാണെങ്കിലേ, അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തിപ്പോൾ ഒന്നാമത്തെ ഇരുത്തം ഒഴിവാക്കി 5-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റാൽ അയാൾ എന്ത് ചെയ്യണം, ഇരിക്കണം, സുജൂദ് ചെയ്യണം. സഹ്വിൻ്റെ സുജൂദ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അയാൾ അതോടുകൂടി അയാൾ ഫർദ് സുന്നത്തായി മറിഞ്ഞു. വീണ്ടും ഒരു 6-ാമത്തെ റക്അത്തിലേക്ക് എന്ത് ചെയ്യണം, അയാൾ എണീക്കണം. 4 റക്അത്ത് നിസ്കാരമാണെങ്കിൽ നർത്ഥം. സൈൻസാൻ ഖുദ് ആദ മാലം സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മടങ്ങണം.
അപ്പോൾ സജദ തഖീരി ഫഖൂദി ഫൈൻ ആദ ഫൈൻ സജദ സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യും? സാറ ഫർദുഹു നഫിലൻ, അയാൾ ഫർദ് എന്താവും? സുന്നത്തായിട്ട് മാറും. വലമ്മ സാജിസന, പിന്നെ ആറാമതൊന്നും കൂടി നിർവഹിക്കണം ഇൻഷാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അസറിൽ റാബിയാത്തം ഫിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിൽ 4 ആയിരിക്കുമല്ലോ. ഒന്ന് എണീറ്റ് മൂന്നാമത്തേലേക്ക് എണീറ്റോ മടങ്ങി വന്നു, സഹ്വിൻ്റെ സുജൂദ് ചെയ്തു, പിന്നെ 4-ാമത്തേലേക്ക് എണീക്കണം ഫജ്റിൽ. ഇവിടെ എന്തില്ല, ഈ ലമ്മിൽ കറാഹത്തൊന്നുമില്ല, അങ്ങനെ റക്കാത്ത് കൂട്ടിച്ചേർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സുബൈക്ക് മഗ്രിബിനൊന്നും അല സ്വഹീഹി പ്രബലമായ പ്രായത്തിൽ. ഇനി എന്ത് ചെയ്യണ്ട? ഒരായസ്തുദിൽ സഹുവിന് വേണ്ടി എന്താക്കണ്ട? സുജൂദ് ചെയ്യേണ്ടതില്ല. ഈ ഇരുത്തത്തിൽ ഈ ലമ്മിൽ ഖുഊദിനെ ഒഴിവാക്കിയതിന് വേണ്ടി എന്താക്കണ്ട? സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട. ഖുഊദ് എന്ന ഫർദ് പിന്തിച്ചതിന് വേണ്ടിയാണ് എന്താക്കേണ്ടത്? സുജൂദ് ചെയ്യേണ്ടത്. സുജൂദ് ചെയ്തതോടു കൂടി അവൻ്റെ ഫർദ് സുന്നത്തായിട്ട് മാറി. പിന്നെ റക്അത്തൂടി നിസ്കരിക്കുക. അവിടെ എന്ത് ചെയ്യണ്ട? ഇനി സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇരുത്തം ഫർദാണല്ലോ. അതെ, ഒഴിവാക്കിയതിന് വേണ്ടി സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട എന്നുള്ളതാണ്. അതേ സമയത്ത് സുജൂദ് കഴിഞ്ഞ ഉടനെയാണ് എന്താക്കേണ്ടത്? ഇരുത്തം വേണ്ടത്. ആ ഇരുത്തം പിന്തിച്ചതിന് വേണ്ടിയാണ് നേരത്തെ സുജൂദ് ചെയ്തത്. വൈൻ ഖഅദൽ അഖീറ സുമ്മ ഖാമ, മറ്റൊരു മസലയെ പറയണത്. സമയം ഒരുപാടായില്ലേ? സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم اجعلنا من عبادك الصالحين. اللهم علمنا من علوم، اللهم فقهنا في الدين، اللهم اجعلنا من علماء العاملين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.